അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, റംളാനിലെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന നേരത്ത് ഞാൻ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മാക്ക് കൊടുത്ത മറുപടി, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവെ, നീ മാപ്പ് നൽകുന്നവനാണ്, വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്. മാത്രമല്ല, നീ വിട്ടുവീഴ്ച കാണിക്കുന്നതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹുവെ, എനിക്ക് നീ മാപ്പ് നൽകണമേ, വിട്ടുവീഴ്ച കാണിക്കണമേ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഇസ്മാണ് അഫു എന്നുള്ളത്. പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അഫു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നാം അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് അവൻ്റെ അടിമയോടുള്ള വെറുപ്പിനേക്കാളും കോപത്തെക്കാളും ഒക്കെ നേടിച്ചു നിൽക്കുന്നത് അവൻ്റെ അടിമകളോടുള്ള സ്നേഹമാണ്, മാപ്പ് നൽകലാണ്. അത് റബ്ബിന് പെരുത്തിഷ്ടമുള്ള കാര്യമാണ്. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ നാം പറയുകയാണ്, നാം അപേക്ഷിക്കുകയാണ്, അള്ളാഹുവെ, ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകളും വീഴ്ചകളും പാപങ്ങളും അതെല്ലാം നീ മായ്ച്ചു കളഞ്ഞ് നാളെ പരലോകത്ത് എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്നുള്ള വിനീതമായ പ്രാർത്ഥന. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം, അതിൻ്റെ ആശയം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം സത്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹി ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.